നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. കഴക്കൂട്ടം ഫെറോനയിൽ ജൂബിലി സംഗമവും പ്ലാൻ ആൻഡ് ബഡ്ജറ്റ് അവതരണവും നടന്നു. കഴക്കൂട്ടം ഫെറോന വികാരി ഫാദർ ജോസഫ് ബാസ്റ്റിൻ സ്വാഗതം ചെയ്ത സംഗമം അതിരൂപത സഹായമെത്രാൻ അഭിവന്ദ്യ ക്രിസ്തുദാസ് പിതാവ് ഉദ്ഘാടനം ചെയ്തു. ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഭൗതികവും ആത്മീയവുമായ നവീകരണം എല്ലാ മേഖലകളിലും സംജാതമാകണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടു. അതിനായി എല്ലാ കുടുംബങ്ങളും കുടുംബ പ്രാർത്ഥന നിർബന്ധമാക്കണമെന്നും അനുദിന ദിവ്യബലികളിൽ കുടുംബമായി പങ്കെടുക്കണമെന്നും നിശ്ചിത ഇടവകളിൽ കുമ്പസാരം നടത്തണമെന്നും പറഞ്ഞു. കഴക്കൂട്ടം ഫെറോന സെക്രട്ടറി ഫാദർ ദീപക് ആൻഡോ അഭിവന്ദ്യ പിതാവിന് നന്ദി അർപ്പിച്ചു. സ്റ്റാർലിറ്റ് കുട്ടികൾക്കായുള്ള സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ച് പേട്ട ഫെറോന സാമൂഹ്യ ശുശ്രൂഷ സമിതി. പേട്ട ഫെറോന സാമൂഹ്യ ശുശ്രൂഷ സമിതി ചൈൽഡ് പാർലമെന്റ് കുട്ടികൾക്ക് മുട്ടട ഇടവക സ്കൂൾ ഹാളിൽ സ്റ്റാർലിറ്റ് എന്ന പേരിൽ 3 ദിവസത്തെ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫെറോന സെക്രട്ടറി ഫാദർ ദേവസ്യ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാമൂഹ്യ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുട്ടികളിൽ കൂട്ടായ്മ, നേതൃപാടവം, ആശയവിനിമയം എന്നിവ സാധ്യമാക്കുന്നതിന് ക്യാമ്പ് സഹായകരമായി. KRLCC BCC കമ്മീഷൻ വരാപ്പുഴ, പുനലൂർ, ആലപ്പുഴ രൂപത പ്രതിനിധികൾ അതിരൂപതയിൽ സന്ദർശനം നടത്തി. കേരള റീജിയണൽ BCC കമ്മീഷൻ അംഗങ്ങൾ തിരുവനന്തപുരം അതിരൂപത സന്ദർശിച്ചു. മാർച്ച് മാസം 29, 30 തീയതികളിലായി KRLCC എക്സിക്യൂട്ടീവ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോൺസൺ പുത്തൻവീട്ടിലിൻ്റെ നേതൃത്വത്തിൽ വരാപ്പുഴ, പുനലൂർ, ആലപ്പുഴ രൂപതകളിൽ നിന്നായി 21 അംഗങ്ങളാണ് തിരുവനന്തപുരം അതിരൂപത സന്ദർശിച്ചത്. മാർച്ച് 29, 30 തീയതികളിലായി നടന്ന റീജിയണൽ സന്ദർശനവും വിലയിരുത്തലും കുടുംബ കൂട്ടായ്മകളിൽ പങ്കെടുത്തുകൊണ്ടാണ് ആരംഭിച്ചത്. അതിരൂപതയിലെ 5 ഫെറോനകളിലെ 6 ഇടവകകളിൽ റീജിയണൽ ടീം അംഗങ്ങൾ സന്ദർശിച്ചു. സെൻറ്റ് ആൻ്റണീസ് ദേവാലയം വലിയതുറ, സെയിൻറ്റ് ആൻസ് ദേവാലയം പേട്ട, ഹോളി ക്രോസ് ദേവാലയം പാലപ്പൂര്, മേരി മഗ്ദലൻ ദേവാലയം പരുത്തിയൂർ, വിമലഹൃദയ ദേവാലയം നെല്ലിയോട്, സ്നാപക യോഹന്നാൻ ദേവാലയം തുമ്പ എന്നീ ഇടവകളിലെ 6 കുടുംബ യൂണിറ്റുകളിലാണ് സന്ദർശിച്ചത്. സന്ദർശനത്തെ തുടർന്ന് അതിരൂപത എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയേൽ, അതിരൂപത ആനിമേറ്റർമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൂട്ടായ്മകളിൽ കണ്ട നന്മകളും കുറവുകളും റീജിയണൽ ടീം അംഗങ്ങൾ അവതരിപ്പിച്ചു. അതിരൂപത BCC കമ്മീഷൻ ഡയറക്ടറി പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം അതിരൂപത BCC കമ്മീഷൻ ഡയറക്ടർ പ്രകാശനം ചെയ്തു. മാർച്ച് മാസം കോവളം ക്രിസ്തു ജയന്തി ആനിമേഷൻ സെന്ററിൽ നടന്ന കേരള റീജിയണൽ ടീം അംഗങ്ങളുടെ കൂടിവരവിലാണ് ഡയറക്ടറിയുടെ പ്രകാശനം കർമ്മം നടന്നത്. KRLCC BCC കമ്മീഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ജോൺസൺ പുത്തൻവീട്ടിൽ ഡയറക്ടറി പ്രകാശനം ചെയ്യുകയും അതിരൂപത റിസോഴ്സ് ടീം പ്രതിനിധികൾ ശ്രീമാൻ അജിത് പെരേര, ശ്രീമാൻ സിൽവിയൂസ് രാജൻ എന്നിവർ ഏറ്റുവാങ്ങുകയും ചെയ്തു. ആധുനിക സാങ്കേതിക വിദ്യകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് പാപ്പയുടെ ഏപ്രിൽ മാസത്തെ പ്രാർത്ഥനാ നിയോഗം. ദൈവദത്തമായ ബുദ്ധിശക്തിയുടെ ഫലമായ സാങ്കേതിക വിദ്യ നാം ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നും അവയുടെ ഗുണഭോക്താക്കൾ ഏതാനും പേർ മാത്രമാകുകയും മറ്റുള്ളവർ ഒഴിവാക്കപ്പെടുകയും ചെയ്യാൻ പാടില്ല എന്നും മാർപ്പാപ്പ. ആധുനിക സാങ്കേതിക വിദ്യകൾ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നതിനായി പ്രാർത്ഥിക്കാൻ സഭാധനിയരെ ആഹ്വാനം ചെയ്യുന്നതായ ഏപ്രിൽ മാസത്തെ പ്രാർത്ഥനാ നിയോഗത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ഓർമ്മപ്പെടുത്തലുള്ളത്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം എന്ന ചോദ്യം ഉന്നയിച്ച പാപ്പ, വിഭജിക്കാനല്ല, ഒന്നിപ്പിക്കാനും ദരിദ്രരെ സഹായിക്കാനും രോഗികളുടെയും അംഗവൈകല്യമുള്ളവരുടെയും ജീവിതം മെച്ചപ്പെടുത്താനും നമ്മുടെ പൊതുഭവനത്തെ പരിപാലിക്കാനും സഹോദരങ്ങളെന്ന നിലയിൽ പരസ്പരം കണ്ടുമുട്ടാനും നാം സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം മനുഷ്യബന്ധങ്ങളുടെ സ്ഥാനം കൈയടക്കാതിരിക്കുകയും വ്യക്തിയുടെ അന്തസ്സിനെ ആദരിക്കുകയും നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.